ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു 2-3 ദിവസം മുമ്പ് ഞാനൊരു ഗോഡ്രിഫ്റ്റ് കാർ എയർ പ്യൂരിഫയറിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ചാനലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ലിങ്ക് മുകളിലും താഴെയും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇടാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോയി കാണാം. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ഡെയിലി ഒരു 4 മണിക്കൂർ വെച്ചിട്ട് വണ്ടി ഓട്ടമുണ്ട്. അപ്പോൾ ഡെയിലി അത് ഓണാണ് ഫുള്ള്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിവ്യൂ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് റിവ്യൂവിലേക്ക് കിടക്കാനായിട്ട് മുമ്പ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി താമസിപ്പിക്കാൻ നമുക്ക് ഡയറക്റ്റ് റിവ്യൂവിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ എയർ പ്യൂരിഫയർ. നമ്മുടെ ഇതിൽ വെച്ചിരിക്കുന്നതാണിത്. നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ കപ്പ് ഹോൾഡറൊക്കെ ഉണ്ടാവില്ല എല്ലാ കാറില്ല, അതിൽ വെക്കാനുള്ള ടൈപ്പാണിത്. നമ്മുടെ കാർ എയർ പ്യൂരിഫയർ മിക്കല്ല, അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഫിറ്റാണ്. ബലീനോയ്ക്ക് കറക്റ്റ് ഫിറ്റാണ്. മറ്റേ ഷാർപ്പിനെക്കാട്ടും കറക്റ്റ് ഫിറ്റാണ്. ഒരു എന്താ പറയുക, എക്സ്ട്രാ വെച്ചതാണെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കൊരു മാച്ചിങ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കളറായാലും മുകളിലത്തെ സ്വിച്ചിൻ്റെ കളറായാലും അപ്പോൾ എല്ലാം കൊണ്ടും അങ്ങനെ ഒരു മാച്ചിങ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് എൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഞാനിപ്പോൾ ഓൺ ആക്കിയിട്ടില്ലേ വണ്ടി, അതാണ്. പിന്നെ ഓട്ടോ ഓൺ ഫീച്ചറുള്ളതാണ്, അതുകൊണ്ട് നമ്മളിത് ഏത് തരം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓട്ടോ സെൻസിങ് ഉള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കാണ്, നമ്മുടെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ പോലെയാണ്. അതുപോലെ ഇപ്പോൾ നമുക്കിപ്പോൾ ടർബോ മോഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ക്ലീനിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 3 മോഡുണ്ട്, അത് മാറിക്കോളും. അപ്പോൾ നമുക്ക് ഒരു പെർഫെക്റ്റ് വ്യൂവിന് വേണ്ടി ഗിയർ ഒന്ന് ബാക്കിലേക്ക് ആക്കാം. അപ്പോൾ ഇതാണ്, നമുക്ക് ഇപ്പോൾ ഇതൊന്ന് ഓൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത് കുത്താൻ പോവാണ്. ഇഗ്നിഷൻ ഓൺ ആകുമ്പോൾ തന്നെ ഓട്ടോ ഓൺ ആവും. അത് ഇതിപ്പോൾ ഇഗ്നിഷൻ ഓൺ ആവുന്നുണ്ട്. നമ്മുടെ ഫുൾ ഇതിലേക്ക് വരുന്നൊരു ഇതുണ്ടല്ലോ മോഡ്, സ്റ്റാർട്ടാക്കണ്ട, അതിന് മുമ്പേ ഓൺ ആകുമ്പോൾ തന്നെ എല്ലാം ഇത് ഓണാവും. ഈ സിഗരറ്റ് ലൈറ്റർ ഓൺ ആവുന്ന പോലെ തന്നെ ഓണാവും. അത് ഇതിപ്പോൾ ഇതിൽ കാണിക്കുന്നത് 25 ഡിഗ്രി, അതുപോലെ 53 ഹ്യൂമിഡിറ്റി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് ഓട്ടോ സെൻസിങ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തെ സെൻസിങ് നോക്കിയിട്ടാണ് ബ്ലൂ വന്നിരിക്കുന്നത്. ബ്ലൂ എന്ന് പറയുന്നത് ഗുഡാണ്, എയർ ക്വാളിറ്റിയാണത്. വേണമെങ്കിൽ നമുക്ക് മോഡ് മാറ്റാം. ഇതിപ്പോൾ ഡബിൾ ടപ്പ് ചെയ്താൽ ഒരെണ്ണം കൂടും, ഒരു ഫാൻ ബോർഡ് കൂടും. ഇത് ഹയസ്റ്റ് ആണ് റെഡ് വരുന്നത്, അതിനായിട്ടും കൂടുതലുള്ളതാണ്. ഇപ്പോൾ 4 മോഡുണ്ട് ഫാൻ സ്പീഡിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും, എന്നാലും ഭയങ്കര സൗണ്ട് കുറവാണ് കേട്ടോ. ലോ ഓഡിബിലിറ്റി ആണ്, നല്ല ഓഡിബിൾ സൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പിന്നെ അതുപോലെ ക്ലീനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഷാർപ്പിൻ്റെ പോലെ തന്നെ ഏകദേശം ഒരു ഈക്വലാണ് രണ്ടും. നല്ല ഒരു ക്ലീനിങ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഡോഗ് ഉണ്ട്. അപ്പോൾ അവൻ്റെ രോമം വന്നതിന് ശേഷമാണ് ഞാൻ ഈ എയർ പ്യൂരിഫയർ വെക്കാനുള്ള തീരുമാനം എടുത്തത്. പിന്നെ എൻ്റെ ഈ ഏരിയ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിലായിട്ട് ഫ്ലാറ്റുകൾ കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല ഡസ്റ്റുകൾ വരുന്നുണ്ട്. അതിന് മുമ്പാണെങ്കിൽ ഈ ഡസ്റ്റിൻ്റെ ചെല്ലുന്നുണ്ടെന്നില്ല, ഇപ്പോൾ നല്ല ഡസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം, ഈ സ്ക്രീനിൻ്റെ മുകളിൽ അല്ല, നമ്മുടെ വിൻഷീൽഡിൻ്റെ മുകളിൽ തന്നെ കാണാം നല്ല ഒരു ഭയങ്കര എന്താ പറയുക, പൊടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം കയറുന്നുണ്ട് ഈ ഡോർ തുറക്കുന്ന സമയത്തും എൻ്റെ വിൻഡോ തുറന്നിരുന്ന സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വെക്കാൻ കാരണം. അപ്പോൾ 2-3 മോഡൽ ഞാൻ ഇതൊക്കെ നോക്കി. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഫിക്സ് ചെയ്തേക്കുന്നത് ഇതാണ്. ഷാർപ്പ് ഞാൻ ഇപ്പോൾ കൊടുത്താലോ എന്ന് വെച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനത് എക്സ്ചേഞ്ച് ചെയ്താൽ അവൻ യൂസ് ചെയ്തിട്ടില്ല ഇത്. അപ്പോൾ അവന് ഷാർപ്പ് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഷാർപ്പ് അത്യാവശ്യം ഫേമസ് ബ്രാൻഡാണല്ലോ. ഇത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. നിങ്ങൾ കേൾക്കാൻ വഴിയെന്ന് അറിയില്ല. ഗോമെക്കാനിക് എന്നൊരു കമ്പനിയാണ് ഇത്. ഇവർക്ക് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർക്ക് ഈ സർവീസിംഗ് ഒക്കെ ഉള്ളതാണ്. സർവീസിങ്, മെയിൻ്റനൻസ്, കാറിൻ്റെ, ബൈക്കിൻ്റെ അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇന്ത്യൻ ബ്രാൻഡാണിത്. അവരർക്കെന്താണ് 1 ഇയർ വാറൻറ്റി ഉള്ളതാണ്. പിന്നെ ഈ നമ്മുടെ എയർ സെൻസിങ് ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് ഒരു പ്യൂരിഫയർ ആണ് ഇത്. എന്ന് വെച്ചാൽ ഈ എയർ സെൻസർ ഉള്ളത് വേറെ പ്യൂരിഫയർ കാറിൻ്റെ ഇല്ല, ഓട്ടോ സെൻസിങ്. പിന്നെ വേറെ നമ്മുടെ കാറിൻ്റെ എല്ലാത്തിനും ഇൻബിൽഡ് വരുന്നതിലാണ്. പിന്നെ ഇപ്പോഴത്തെ കാറിൽ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഇൻബിൽഡ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എയർ ക്വാളിറ്റി നമ്മുടെ ഭയങ്കര റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു മസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫീച്ചർ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബലീനോയിലാണ് കാർ. അപ്പോൾ നിങ്ങൾക്ക് കാറ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ലുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ബലീനോയിലാണെങ്കിൽ ബലീനോ ഉള്ളവർക്ക് കറക്റ്റ് ഒരു എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ആപ്റ്റ് ഫീച്ചറാണ്. എന്ന് വെച്ചാൽ ആപ്റ്റ് ലുക്കാണ്. എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത പോലെ തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നോക്കാതെ ഞാൻ എന്തായാലും ലിങ്ക് താഴെ ഇടാം. അപ്പോൾ ഇൻട്രസ്റ്റുള്ള പോയി വാങ്ങിക്കാം. എന്ന് വെച്ചാൽ റിവ്യൂ പറയാനുള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നല്ല യൂസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവൻ്റെ ഈ ഡോഗ്സിൻ്റെ രോമായാലും, അപ്പോൾ നമ്മുടെ നോർമൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ആയാലും അത് വലിച്ചെടുക്കുന്നുണ്ട്, പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെപ്പ ഫിൽറ്ററാണ്, ഡ്യുവൽ ഹെപ്പ ഫിൽറ്ററാണിത്. അപ്പോൾ ക്ലീനിങ് നമുക്കിപ്പോൾ അവർ പറയണത് 1 ഇയർ ടു നമ്മുടെ യൂസ് അനുസരിച്ചാണ്. 2 ഇയറിലൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് ആമസോണിൽ തന്നെ അവൈലബിൾ ആണ് നമ്മുടെ ഫിൽറ്റർ. 1000 രൂപയുടെ താഴേണ്ടി വരുന്നുള്ളൂ.
അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു 3 hour 4 hour ഒക്കെ വെച്ച് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു 1 yearൻ്റെ മുകളിൽ നിൽക്കും. അപ്പോൾ അതിന് അത്രയ്ക്ക് അങ്ങനെ ഇത് വരുന്നില്ല. പിന്നെ ഷാർപ്പിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ആ സംഭവമില്ല എന്ന് വെച്ചാൽ ഹെപ്പ ഫിൽറ്റർ അല്ലാത്ത കാരണം അതിൻ്റെ ഒരു ലൈഫ് 8 years ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്ലാസ്മ ക്ലസ്റ്റർ ഒന്ന് മാറ്റി വെച്ചാൽ മതിയായിരുന്നു. ഇതിൻ്റെ കാര്യം അങ്ങനെയല്ല, ഇതിപ്പോൾ ഹെപ്പ ഫിൽറ്റർ ആയ കാരണം. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.